ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലൈഫ് അൺഎഡിറ്റഡ് ബൈ അർച്ചന. ഇന്ന് ഞങ്ങളുടെ ലാമ്പ് ലൈറ്റിംഗ് ആണ് കേട്ടോ. കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായി വെയിറ്റ് ചെയ്യാണ്. ഒരു 8-9 മാസത്തെ കാത്തിരിപ്പാണ് കേട്ടോ. ഇന്ന് നല്ല ടെൻഷനുണ്ട് ലാമ്പ് ലൈറ്റിങ്ങിന് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ടൈം ഒരു 7:30 7:45 ആയിട്ടോ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിട്ട് പോകാനുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ കയറി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ എടുത്തിട്ടാണ് ഓഡിറ്റോറിയത്തിട്ട് പോകുന്നത്. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇവിടെ വരുന്നത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കൊണ്ട് വന്നിട്ട് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. നല്ല രസമായിട്ട് ഈ ഓഡിറ്റോറിയമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. ഒരു ഇളം വെയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത്രയും വെയിലില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഇളം വെയിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ, പേരൻസ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. വെച്ചാൽ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടു. എത്ര നാളാണെന്നറിയോ കോട്ടിങ്ങനെ പെട്ടിയിൽ അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇന്നിട്ടപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ചുറ്റി നടന്ന് ഇവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഓഡിറ്റോറിയത്തിട്ട് കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണണം. പിന്നെ എല്ലാവരും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് എനിക്കൊരു പനിയുണ്ട് കേട്ടോ. പനിയൊക്കെ പിടിച്ച് സീനായിട്ടിരിക്കുകയാണ്. അത് ഇന്നലെ രാത്രി തുടങ്ങിയ പനിയാണ്. പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പകർന്നാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും വൈറൽ ഫീവർ ഉണ്ടായിരുന്നു. ചെറിയ തലവേദന. ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ട്, മുഖത്തും കുറച്ച് ക്ഷീണമുണ്ട്. ഒരുപാട് നേരം നിൽക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനും എനിക്കുണ്ട്. കാരണം ലാമ്പ് ലൈറ്റിങ് നമ്മൾ കുറേ നേരം മെഴുകുതിരിയൊക്കെ പിടിച്ച് പ്ലെഡ്ജൊക്കെ പറഞ്ഞ് നിൽക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങാനും തല കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ടീച്ചേഴ്സ് വഴക്ക് പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്. എന്നാലും നടക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നിൽക്കുമ്പോഴാണ് പിന്നെയും ചെയ്യും. അപ്പോൾ ദാ ഇവിടെ കുളമുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കുളം. അവിടെ അതിന് മുന്നിലും ഓഡിറ്റോറിയത്തിന് മുന്നിലും കുളമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടെ വിചാരിച്ചത് ഇവിടെ എന്താ അടക്കുന്ന സ്ഥലമാണെന്ന്. ശരിക്കും ലുക്ക് ലൈക്ക് അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറേ സീനിയേഴ്സൊക്കെ എന്നെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് എൻ്റെ പേരൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എന്നെയാണ് കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ മൈൻഡാക്കാൻ പോയില്ല. എന്നെ അല്ലാത്ത ഭാവത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ എന്താ, എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരും കൂടെ വരാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ്, തേർഡ് ട്രിപ്പ്, അങ്ങനെ 3 ട്രിപ്പ് എങ്ങാണ്ട് ഉണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ കയറി പോകുന്നു. അവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ മാം വഴക്ക് പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട്. മാം 8 മണിയാകുമ്പോഴത്തേക്കും കറക്റ്റ് എത്തണം എന്ന് പറഞ്ഞതായിരുന്നു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരൻസൊക്കെ രാവിലെ തന്നെ വന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നൊന്നും ആരും വന്നില്ല. എനിക്ക് വിഷമമൊന്നുമില്ല അതിൽ. അവിടെ നിന്ന് ഒരു 10 മണിക്കൂർ നിങ്ങൾ ട്രാവൽ ഉണ്ടാവും. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വന്നില്ല. നല്ല ചിലവാണ്, എന്തിനാ വെറുതെ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു വരണ്ടാന്ന്. പിന്നെ എനിക്ക് എല്ലാ വീഡിയോസും ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ മാക്സിമം വ്ളോഗ് കാണിക്കാൻ നോക്കാം. ഒന്നാമത്തെ പറഞ്ഞില്ല, എനിക്ക് ഒന്നാമത്തെ പനിയുണ്ട്. അതിൻ്റെ കൂടെ ഇത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല. ഇതാ ഫ്രണ്ട്സൊക്കെ വന്നു കുറച്ച് പേര്. ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അവർ. മൈ ഗോഡ്, കഴിയാം. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതാ കുത്താൻ വേണ്ടിയിട്ട് ഒരു റെഡ് സാധനം സീനിയേഴ്സ് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. നേരത്തെ പുറത്താണ് നിന്നിരുന്ന, അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് നിർത്തി. കുറേ നേരം നിന്നപ്പോൾ എനിക്ക് തല കറങ്ങി കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ചന്ദനമൊക്കെ തൊട്ടു വന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് അകത്ത് കയറ്റി ഇരുത്തി. ഞങ്ങൾ ഞാൻ 3rd റോയിലായിട്ട് ഇരുന്നത്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ അവിടെ തന്നെ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊണ്ട് കുത്തി വെച്ചേക്കോ. നിങ്ങൾ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്നതിന് ശേഷം ലാമ്പ് ലൈറ്റിങ്ങുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. മെഴുകുതിരി, ഗ്ലാസ്. ആ ഗ്ലാസ് 40 രൂപ ഞങ്ങൾ കൊടുത്തത്. 40 രൂപ പോയി. പിന്നെ മെഴുകുതിരി കൊണ്ട് തന്നു. അത് ഒടിഞ്ഞ് കൈയിട്ട് പോകുന്നു കേട്ടോ. പിന്നെ അത് 2 സെപ്പറേറ്റ് ആയിട്ട് പിടിക്കേണ്ടി വന്നു. ഇപ്പോൾ പോകുന്ന കേട്ടോ മഞ്ചമ്മ, ഞങ്ങളുടെ കോളേജിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. പിന്നെ എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 8 മണിയായപ്പോൾ വന്നതാണ്. ഇപ്പോൾ പരിപാടി തുടങ്ങിയപ്പോൾ 10 മണിയായി. 10 മണി 10:15 ആയപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ നേരത്തെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് സത്യമല്ലേ. നമ്മൾ ചുമ്മാ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ്. നടന്ന് പോകണം, കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ്. ഒന്നാമത്തെ ആ ഒരു ടെൻഷൻ, അതിൻ്റെ കൂടെ പനിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്ര നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പൊന്നേ. സ്റ്റേജൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സാധാരണ കോളേജിലുള്ളവർ വലിയ സെറ്റപ്പൊന്നും ചെയ്യാത്തതാണ്. ബട്ട് ഇതിൻ്റെ സ്റ്റേജ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്കൊന്നത്തെ വെട്ടം കൂടുതലായിരുന്നു സ്റ്റേജിട്ടുള്ള. ഞാൻ മാക്സിമം ക്യാമറയുടെ ഇത് കുറച്ചിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര വെട്ടമായിരുന്നു. ക്യാമറയിൽ എടുക്കുമ്പോൾ വെട്ടം കാരണം നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ, മരിക്ക് ഗസ്റ്റുകളൊന്നും മരിക്ക് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല.
ഞാനത് ഫോൺ യൂസ് ചെയ്ത് നേരത്തെ പറഞ്ഞായിരുന്നു ലാം ലൈറ്റിന് ആ ഒരു ടൈമിൽ. അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ ആരും കാണാതെയാണ് കുറച്ച് വീഡിയോസെങ്കിലും എടുക്കുക, നിങ്ങളെ കാണിക്കണല്ലോ, അതുകൊണ്ട് കുറച്ച് വീഡിയോസെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ ആരും അറിയാതെയാണ് വെച്ചേക്കുന്നത്. ഞാനത് സൈഡിലൂടെ ഇരിക്കുന്നതുകൊണ്ട് സാർമാർ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ കാണും, അതുകൊണ്ട് വളരെ ഇതായിട്ടാണ് എടുക്കുന്നത്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവസാനം ഗസ്റ്റുകളെല്ലാവരെയും വെൽക്കം ചെയ്തു. ഗസ്റ്റുകളൊക്കെ പേരെനിക്കറിയാം, ഞാൻ മറന്നുപോയി എല്ലാവരുടെയും പേര്. ഇവിടെ പ്രിൻസിപ്പൾ ഇരിപ്പുണ്ട്, പിന്നെ ഞങ്ങളുടെ ചെയർമാൻ ഉണ്ട്. അവർ രണ്ടുപേരും മാത്രമേ എനിക്ക് മര്യാദയ്ക്ക് അറിയാവുള്ളൂ. അത് ഓരോരുത്തരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സൊക്കെയാണ്, ഇതൊക്കെ അത്യാവശ്യം നല്ല ഡിഗ്രിയുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, പനിയായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കിതൊക്കെ ഒന്നുകൂടി എടുത്ത് കാണണമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, യൂട്യൂബിലാവുമ്പോൾ അതവിടെ കിടക്കും, കാണുകയും ചെയ്യാം. എല്ലാം ഒരു മെമ്മറി ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമല്ലോ, ഫോണിൽ എത്ര നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കാണണമെങ്കിൽ കാണാമല്ലോ, നമ്മുടെ ഒരു ഇത് ഞങ്ങളുടെ ചെയർമാൻ്റെ വൈഫാണ് കേട്ടോ. പുള്ളിക്കാരി താഴെ ഇരുന്നത്, സ്റ്റേജിൽ കയറിയില്ലായിരുന്നു ഫസ്റ്റ് ടൈം. അങ്ങനത്തെ ഗസ്റ്റുകളെയൊക്കെ വെൽക്കം ചെയ്തു. പിന്നെ അവരുടെയൊക്കെ സ്പീച്ചായിരുന്നു കേട്ടോ. സ്പീച്ച് പൊതുവേ കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്പീച്ചിന് മുന്നേ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ലാം ലൈറ്റിങ്, ദീപം തെളിയിക്കുന്ന ചടങ്ങ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയായിരുന്നു എന്ന്. അപ്പോൾ പനി, ചുമ അതൊക്കെ മാറിയിട്ട് വേണമല്ലോ ഒന്ന് എഡിറ്റ് ചെയ്യാനിരിക്കാൻ വേണ്ടി. അത് ഞാൻ പുറത്ത് വന്നിരിക്കുന്നത്. അകത്തിരുന്ന് കഴിഞ്ഞാൽ റൂമിൽ അവരുടെ ശബ്ദം കാരണം നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്ത് വന്നിരിക്കണമെങ്കിൽ തണുപ്പടിക്കണമെങ്കിൽ ആദ്യം കുറച്ച് സ്ട്രെങ്ത്ത് വേണമല്ലോ. അപ്പോൾ ലാം ലൈറ്റിൻ്റെ അതെനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പേരൻസിനോടൊക്കെ ചോദിച്ചാൽ വന്നവരോട് ആരെങ്കിലും എടുത്തിട്ടുണ്ട് എനിക്കൊന്ന് അയച്ച് തരാമോ എന്ന്. പക്ഷെ ആരും എടുത്തിട്ടില്ല. അത് മീൻസ് ആരും എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് ഫോട്ടോസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ അതും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനിതിൽ വെക്കാത്തത്. നല്ലത് കിട്ടിയതൊക്കെ ഞാനാണെങ്കിൽ വെച്ചിട്ടുണ്ട്. അത് ലാം ലൈറ്റിന് കിട്ടിയതേ ഇല്ല. അത് ജസ്റ്റ് ഇങ്ങനെ 3 പേര് കറക്റ്റ് റോയിൽ നിന്ന് ഒരുമിച്ച് തന്നെ നടന്ന് വന്ന് ടീച്ചേഴ്സിൻ്റെ നിന്ന് കത്തിച്ച് താങ്ക്സ് പറഞ്ഞ് തിരിഞ്ഞ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞ് പിന്നെ ഒരുമിച്ച് തന്നെ നടന്നു പോകണം. അങ്ങനെയാണ് കേട്ടോ. ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പ്ലെഡ്ജ് ഉണ്ടായിരുന്നു, പിന്നെ പ്രെയർ സോങ് ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ഒരുമിച്ച് പാടി ഒക്കെ സെറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ ടൈമിൽ എനിക്ക് തല കറങ്ങി കേട്ടോ ഭയങ്കരമായിട്ട്. അപ്പോൾ അത് കുറേ നേരം നിന്നപ്പോൾ തല കറങ്ങി. പിന്നെ വന്ന ഗസ്റ്റുകളെയൊക്കെ ആദരിക്കുന്നതായിരുന്നു. ഞാൻ ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. അത് ഗസ്റ്റുകളെ നമ്മൾ മുന്നിൽ കസേരയിൽ ഇരുത്തിയിട്ട് ഫസ്റ്റ് ഒരു പൊന്നാട പോലെ ഒരെണ്ണം അണിയിക്കും, പിന്നെ മാലിട്ട് കൊടുക്കും, തൊപ്പി വെച്ച് കൊടുക്കും, പിന്നെ എന്തോ മൊമെൻറ്റോ, കുറച്ച് ഗിഫ്റ്റ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അത് ഞങ്ങളുടെ കന്നഡ ഫ്രണ്ട്സ് പറഞ്ഞ് തന്നാണ്. ഞാൻ ചോദിച്ചായിരുന്നു അവരോട് ഇതെന്താ ഇങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ കേരളത്തിലൊന്നും ഫങ്ഷൻസിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടുത്തെ അതിഥീനെ ആദരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഗിഫ്റ്റും ഫ്രൂട്ട്സ് അങ്ങനെ കുറച്ച് എല്ലാ സാധനങ്ങളൂടെ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇവർക്ക് ഇത് കൊടുത്തു വിടുമോ എന്ന് വെച്ചാൽ. ഞാൻ നോക്കുമ്പോൾ അതിഥിക്ക് കൊടുക്കുന്നു, പിന്നെ അത് തിരിച്ചവർ കൊണ്ടുപോവുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ കണ്ടു അതൊരു കൂട്ടിലാക്കിയിട്ട് അവർക്ക് തന്നെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഇതാണ്. പിന്നെ ഇവർ വന്ന് ഇവരുടെ പേരൊന്നും മനസ്സിലാവാത്ത കാരണം ഇവർ ഫുൾ കന്നഡയിലാണ് പറയുന്നത്. ഒന്ന് ഇംഗ്ലീഷിൽ പോലും മര്യാദയ്ക്ക് പറയുന്നില്ല, എല്ലാം കന്നഡയിലാണ്. അത് കന്നഡ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100-ൽ 1 or 2% നമുക്ക് മനസ്സിലാകും, തിരിച്ച് പറയാൻ കുറച്ചും അറിയാവും. എന്നാലും ഫ്ലുവൻസിയിലൊന്നും പറയുമ്പോൾ നമുക്കത് കിട്ടത്തില്ല, എന്താ ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. എന്തൊക്കെയോ കുറച്ച് വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ മനസ്സിലായി, അത്രേ ഉള്ളൂ. മൊത്തം കന്നഡയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു, ഒന്നും മനസ്സിലായുമില്ല. എന്തൊക്കെയോ എവിടേക്കോ മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ ഇത് ചിക്കണ്ണനാണ് കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ ഓൾ ഇൻ ഓൾ ആണ്, ഡ്രൈവറാണ്, ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ കാര്യവും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്ത് സഹായത്തിനും പെട്ടെന്ന് വിളിക്കുന്ന 2 പേരാണ്, ചന്ദ്രണ്ണനും പിന്നെ ചിക്കണ്ണന്. പുള്ളിക്കാരൻ ഇതൊക്കെ കൊടുത്തപ്പോൾ കരയൊക്കെ ചെയ്തു, കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഫീലായി കേട്ടോ. പുള്ളിക്കാരൻ 15 അത്ര വർഷങ്ങാണ്ട് ഞങ്ങളുടെ കോളേജിൽ നിന്നാണ്. അപ്പോൾ അവർക്കൊക്കെ ട്രോഫി കൊടുത്തു. പിന്നെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവർക്ക് ബാച്ച് വൈസ് അങ്ങനെ കുറേ ട്രോഫി കൊടുത്തു. പിന്നെ കൾച്ചറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് ജയിച്ച ടീമിൻ്റെ ടീച്ചേഴ്സിനെ വിളിച്ച് അവർക്കും കൊടുത്തു കേട്ടോ ട്രോഫി. വൈറ്റ് ഹൗസാണ് സ്പോർട്സിന് വിന്നായത്. പിന്നെ ഓൾ ഇൻ ഓൾ എന്തോ റെഡ് വിന്നായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഗസ്റ്റിനും സംഭവങ്ങളെല്ലാം കൊടുത്ത് സെറ്റാക്കി. കുറേ സൂം ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് എനിക്ക് സ്റ്റേജിലെ മൊത്തം ഇതൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയത്. അതും ഭയങ്കര പിടപ്പായിരുന്നു അവിടെ നിന്നിട്ട്, എനിക്ക് മനയ്ക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ കുറേ പേര് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ധൈര്യമായി. കുഴപ്പമില്ല, വീഡിയോസൊന്നും എടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു ധൈര്യമായി. പിന്നെ ഞങ്ങളെല്ലാവരെയും ബാച്ച് വൈസ് ഫോട്ടോ എടുക്കാൻ വിളിച്ചു കേട്ടോ. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഫോട്ടോ അത് ഇരുട്ടത്തായി പോയെന്നേ. അത് ക്യാമറ എടുത്തപ്പോഴാണ് കണ്ടത്. നല്ല ഇരുട്ടുണ്ട് ചിലവരുടെ വശത്തേക്ക്. പിന്നെ എന്താ, ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിനെന്താ, സ്ഥിരം ഫുഡൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പേര് എനിക്കറിയാൻ പാടില്ല. പനിയാണ് മൊത്തം കഴിക്കാൻ. എനിക്ക് വിശപ്പില്ല, എന്നാൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ ഒട്ടും കഴിക്കാൻ പറ്റില്ല. കുറച്ചെടുത്ത് കഴിച്ചു. ബാക്കി ഞാൻ ഫ്രണ്ട്സിന് കൊടുക്കുക ചെയ്തേ കേട്ടോ. ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. കൈകോലി എല്ലാം ഇച്ചിരി എടുത്ത് കഴിക്കുക ചെയ്തേ. കുറച്ച് നേരം സ്റ്റേജിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഇനി വെറുതെ ചടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പനിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ആര്യ എന്നിട്ട് എന്താ ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതിൽ കൂടെ ആ ഊർന്ന് ചാടുന്ന അതിൽ കൂടെ ഒക്കെ കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളിത് ആ പ്രോഗ്രാംസൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ അതാ ഈ വ്ളോഗിൻ്റെയും എല്ലാ പ്രോഗ്രാമിൻ്റെയും കൂടെ വൈൻഡപ്പാണ് കേട്ടോ. അപ്പോൾ അതാ ചെയർമാൻ്റെ വൈഫ് വന്ന് പറഞ്ഞു നാളെ സാറ്റർഡേ സ്ഥിരം ക്ലാസ് ഉണ്ടാവാറുള്ളതാണ്, അത് അവധിയാണെന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ പനി കൂടെ ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ലീവ് ഭയങ്കര സന്തോഷം, ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.